ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും സാധാരണ റെസിപ്പി വീഡിയോകളാണ് ചെയ്യാറ്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിക്കാണ്. അപ്പോൾ കുറച്ച് പ്ലാൻസ് എടുക്കാനുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളതല്ല, ഒരു സൈറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡിന് ലാൻഡ്സ്കേപ്പിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഗാർഡനിലേക്ക് കുറച്ച് പ്ലാൻസ് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സൈറ്റിലേക്ക്. അപ്പോൾ അത് തികയാത്തതുകൊണ്ട് ബാക്കിയുള്ളതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എപ്പോഴും പ്ലാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് മണ്ണുത്തിക്ക് പോവാറ്. അപ്പോൾ അതേ ഞങ്ങൾ മണ്ണുത്തി ഒരു ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബോഗൺവില്ലയുടെ സീസൺ ആയതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും നല്ല വെറൈറ്റി കളറിലുള്ള ബോഗൺവില്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഒരു ഗാർഡനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ട് ഭാഗത്ത് അവർ നിറയെ ബോഗൺവില്ല പല വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് പല പൂക്കളും പല ഷേപ്പിലുമാണ് ഇരിക്കുന്നത്. അതിനല്ല ഈ ഒരു വൈറ്റ് കളറിലുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പറാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി കുറച്ച് കുറവാണ്. പിന്നെ ഇതിൻ്റെ കാണാനുള്ള ഭംഗിക്കനുസരിച്ച് തന്നെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത്. ഞാൻ വെറുതെ ചോദിച്ചു ഇതിനൊക്കെ എന്താ റേറ്റ് എന്ന്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ്. എല്ലാം ഒരു 3000-ൻ്റെ ഒക്കെ മുകളിലേക്കാണ് പോകുന്നത്. പക്ഷെ കാണാൻ സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല അത്യാവശ്യം കനത്തിലുള്ള സ്റ്റെമ്മാണ് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാം നല്ല വെറൈറ്റി കളേഴ്സാണ്. പിന്നെ അതിൽ തന്നെ ഈ ഒരു വൈറ്റിന് റേറ്റ് അതുപോലെ തന്നെ കാണാൻ ഭംഗിക്കനുസരിച്ച് തന്നെ റേറ്റ് കുറച്ചും കൂടെ കൂടുതലാണ്. പിന്നെ ഇതേ കണ്ടില്ല, ഇത് ബോഗൺവില്ലയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് വള്ളിയൊക്കെ ആയിട്ട് പടർത്താൻ പറ്റിയിട്ടുള്ള ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് പടർത്താൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുന്ന് 2 മാവും തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും സൈറ്റിലേക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട് തൈകൾ എല്ലാം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും 2 വെറൈറ്റീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്ന ടൈപ്പ് മാവുകളാണ്. നമ്മളൊരു വെച്ച് ഒരു 3 വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കായ പിടിച്ച് കിട്ടുന്നതാണിത്. മുന്നേ നമ്മൾ ചെയ്ത് കൊടുത്ത സൈറ്റിലൊക്കെ കായ പിടിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മണ്ണുത്തി വന്ന് പ്ലാന്റ്സ് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഒന്നാമത്തേത് ഇപ്പോൾ നല്ല വെയിലാണ്. അതുമാത്രമല്ല നമുക്ക് വിചാരിച്ച പ്ലാന്റ്സ് എല്ലാം ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടണമെന്നില്ല. ഒരു 4-5 നഴ്സറിയെങ്കിലും കയറി ഇറങ്ങേണ്ടി വരും. അപ്പം നമുക്ക് തന്നെ ഒരു സൈറ്റിലേക്ക് തന്നെ ഒരു 10-15 ഐറ്റംസ് വേണ്ടി വരും. ചിലപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ചിലത് വേണ്ടി വരും. ചിലയിടത്ത് അത് കുറവായിരിക്കും, അല്ലെങ്കിൽ നല്ല സാധനമായിരിക്കില്ല. അപ്പോൾ അതേപോലെ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിതുപോലെ ഒരുപാട് നഴ്സറി കയറി ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ ഒരു നഴ്സറിയിൽ ഞങ്ങൾ ആദ്യം ഇവിടെ വരും കേട്ടോ. ഇവിടെ നിന്ന് കിട്ടാത്തതാണ് ഞങ്ങൾ കൂടുതലും മറ്റ് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാറ്. പിന്നെ ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഫേണിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് മൂൺഷൈൻ ഗ്രീനാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അതുപോലെ ഇത് ഫേണിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നല്ല റേറ്റ് ഉള്ളൊരു സാധനമാണിത്. പിന്നെ ഇത് BOP എന്ന് പറയും, ബെഡ്സ് ഓഫ് പാരഡൈസ്. പിന്നെ മോൺസ്റ്റർ ഉണ്ട്, അതുപോലെ അരീക്കൽ, ZZ എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് അഗ്ലോണിമയാണ് കേട്ടോ. അഗ്ലോണിമ പിന്നെ നല്ല റേറ്റാണ്. ഒരു 300-400 റേറ്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിനൊക്കെ. അഗ്ലോണിമ ഈ ഒരു നഴ്സറി മാത്രമല്ല കേട്ടോ, എല്ലാ നഴ്സറിയിലും അഗ്ലോണിമയ്ക്ക് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഓൺലൈനിലായിട്ടൊക്കെ അഗ്ലോണിമ ഇതിലും റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. പക്ഷേ അത് ചെറിയ പ്ലാന്റ് ആയിരിക്കും, അത്ര ഹെൽത്തി ഒന്നും അല്ലാത്ത പ്ലാന്റ് ആയിരിക്കും. ഇതൊക്കെ കാണാൻ ഉള്ളതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിലേക്കും അതുപോലെ സൈറ്റിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഷോപ്പിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ നല്ല പ്ലാന്റ്സാണ്, ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഡ്രസ്സീനയുടെ ഗ്രീൻ ഉണ്ട്. ഇതേ ഡ്രസ്സീനയുടെ ഗ്രീനാണിത്. പിന്നെ ഫിഗ് ഉണ്ട്. ഇതെല്ലാം ഇൻഡോർ പോകുന്നതാണ് കേട്ടോ. ഫിഗ് പിന്നെ നമുക്ക് പുറത്തും വെക്കാൻ പറ്റും. അപ്പോൾ ഫിഗൊക്കെ കൂടുതൽ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല, അങ്ങനെ നിൽക്കും. പിന്നെ ഇത് സെല്ലമാണ്. ഇത് ഫേണിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിനൊക്കെ ഫേണിൻ്റെ വേറെ പേരുകളുണ്ട് കേട്ടോ, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് ബേർഡ് നെസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഫിംഗർ പാമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അധികം മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതാ നിൽക്കുന്നത് മുരായാണ് കേട്ടോ. മുരായ ഞങ്ങൾ മുന്നേ സൈറ്റിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മുല്ലപ്പൂ പോലെ ചെറിയ പൂക്കൾ ഉണ്ടാവുന്നതാണ്. നല്ല മണമാണ് കേട്ടോ മുരായ ഫ്ലവറിന്. പിന്നെ യുജീനിയയുടെ അതേ വലുത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ബാഗാണ് കേട്ടോ, അതിനനുസരിച്ച് ഉള്ള റേറ്റും ഉണ്ട്. പിന്നെ ഇത് ഈ സൈഡിലൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വെയിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും അധികം പോയിട്ടില്ല. പിന്നെ ഇത് അനാറിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് മൈലാഞ്ചിയുടെ ഇലയൊക്കെ പോലെ തോന്നും. ഇത് അനാറാണ്. മുന്നേ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ട് അനാറ്. അതുപോലെ സൈറ്റുകളിലേക്കും ഞാൻ വാങ്ങിക്കാറുണ്ട്. ഇത് അനാറിൻ്റെ പൂവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൂവ് ഇട്ടിട്ട് കാണുന്നത്.
നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു പൂവ് കാണാൻ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇത് അടിവശത്തൊരു പൂവിൻ്റെ അത് കുറച്ചും കൂടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് കുറച്ചും കൂടെയൊക്കെ വിരിഞ്ഞ് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കായായിട്ട് വരുന്നേ ഉള്ളൂ. ഒരുവിധം എല്ലാ പ്ലാന്റും ഇതുപോലെ മുട്ടൊക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് നമുക്ക് കാണുന്ന സമയത്ത് മൈലാഞ്ചിയുടെ ഇല പോലെയാണ് തോന്നുക. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു പ്ലാന്റ്സ് ആണ് പറയുന്നുണ്ട് ഇവർ. നല്ല രീതിയിൽ കായ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സീസണാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ പൂ വന്നിട്ടുള്ളത്. പിന്നെ ഇത് അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ. അഡീനിയം പ്ലാന്റ്സ് എല്ലാം നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഷെയ്ഡൊക്കെ മാറ്റമുള്ള അങ്ങനെയുണ്ട്. പിന്നെ വൈറ്റൊക്കെ കാണാനുണ്ട് ഇവിടെ. ഞാൻ വൈറ്റ് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇത് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. പിന്നെ ഒരു പ്ലാന്റിൽ തന്നെ 2 കളേഴ്സ് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അഡീനിയം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇതുവരെ കണ്ട ഒരു നഴ്സറിയിലല്ല കേട്ടോ. ഇത് വേറെ ഒരു നഴ്സറിയാണ്. ഇത് കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അഡീനിയത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അഡീനിയം ഭയങ്കര ഇഷ്ടമാണ്. അഡീനിയം കളക്ഷൻസൊക്കെ ഉണ്ട് ചിലരുടെ കയ്യിൽ, പല വെറൈറ്റി കളേഴ്സൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ചോദിക്കാറുണ്ട് അഡീനിയം ഇന്ന കളേഴ്സ് കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കണ്ടില്ല, ഒരുപാട് സ്ഥലത്തുണ്ട് അഡീനിയം. പക്ഷേ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ടില്ല. ഇത് വർഷക്കാലത്ത് ആയിക്കഴിഞ്ഞാൽ ഇത് മെയിൻ്റനൻസ് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സംഭവം എൻ്റെ കയ്യിലില്ല അഡീനിയം. പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് വെസ്റ്റേൺ ചെറി ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു മധുരവും പുളിയൊക്കെ കൂടിയിട്ട്, പക്ഷെ മധുരമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന കുരു. ഇതാണ് നല്ല കാണാൻ നല്ല റെഡ് കളറിലുണ്ട്. ഇതൊരെണ്ണം എന്തായാലും ഞാൻ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം സാധനങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ വേറെ വണ്ടി വിളിക്കുന്നില്ല. കുറച്ച് ഐറ്റംസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ ബാഗാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഞാൻ വെസ്റ്റേൺ ചെറി ഒരെണ്ണം വാങ്ങിക്കും. പിന്നെ അതെ, നമുക്ക് വണ്ടിക്ക് കയറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇവരവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് സ്പൈഡർ ലില്ലി ആണ്. ഇതാണ് നമുക്ക് അവിടെ തികയാതെ വന്നത്. അപ്പോൾ അത്രയും സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ മുന്നേ വാങ്ങിച്ച മാവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.